പ്രിൻസിപ്പൽ അച്ഛൻ ഷൈജു കുര്യനച്ഛൻ, അതോടൊപ്പം ഡേവിഡ് അച്ഛൻ, പ്രിയ ട്രെയിനി കൂടിയായ ആദികൃഷ്ണ, മറ്റ് വിദ്യാർത്ഥികളെ, ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. പ്രിയ മാർ ഇവാനിയസ് തിരുമേനിയുടെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളും ഒക്കെ നമ്മൾ പ്രിയ ഡേവിഡ് അച്ഛനിലൂടെ കേട്ടു. 1882 മാവേലിക്കര പണിക്കർ ഫാമിലിയിൽ സെപ്റ്റംബർ 21 ഭൂജാതനായ മാർ ഇവാനിയസ് തിരുമേനി ഇന്നീ കാണുന്ന യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ലായിരുന്ന ആ കാലഘട്ടത്തിൽ വണ്ടിവാഹനങ്ങളോ അല്ലെങ്കിൽ ഒരു കാളവണ്ടി യുഗം എന്ന് വേണേൽ പറയാം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അനേക ഇടങ്ങളിൽ പോയി തൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷിയായി അനേകരെ ദൈവമാർഗത്തിലേക്ക് കൂട്ടി വളരെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിതം കാഴ്ചവെച്ച പ്രിയ തിരുമേനിയുടെ സ്മരണകൾക്ക് മുന്നിൽ നമസ്കരിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളായ നിങ്ങളെ കാണുമ്പോൾ, യൂണിഫോം ഇട്ട് കാണുമ്പോൾ ഹൃദയത്തിൽ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്. നിങ്ങളുടെ കണക്ക് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആരും ഇല്ല ഇപ്പോൾ ഇവിടെ എന്ന് ഞാൻ കരുതുകയാണ്. കാരണം നിങ്ങളുടെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചൈൽഡ്ഹുഡ് മാത്രമല്ല, സ്കൂളിംഗ് ഡേ. ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണവും അവൻ്റെ ഭാവി നിശ്ചയിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. ബൈബിളിൽ ഉപമകളിലൂടെ ജീസസ് പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ വീട് വെക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. ആ പറഞ്ഞ ഒരു ഉപമയ്ക്കകത്ത് ഒരു മനുഷ്യൻ പാറമേൽ വീട് പണിതു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, പക്ഷേ ആ വീടിനൊരു ചലനവും ഉണ്ടായില്ല. എന്നാൽ മറ്റൊരു മനുഷ്യൻ മണലിന്മേൽ വീട് വെച്ചു. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് നിലം പൊത്തി, ആ വീഴ്ച വലിയതുമായിരുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായെന്ന്? നിങ്ങളുടെ അടിസ്ഥാനം, ബേസ്മെൻറ്റ്, ഒരു കെട്ടിടത്തിൻ്റെ ആയാലും ജീവിതത്തിൻ്റെ ആയാലും ബേസ്മെൻറ്റാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിങ്ങളുടെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആക്കുക. ഈ വൻമഴ, പേമാരി എന്നൊക്കെ പറയുന്ന ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളാണ്. പാറമേൽ വീട് വെച്ചവന് ഒന്നും പേടിക്കാനില്ല, അവൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയിരുന്നു. മഴക്കാലം മാറി, വെള്ളം പോയി, കാറ്റ് കുറേ കഴിഞ്ഞപ്പോൾ ശമിച്ചു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് അതെല്ലാം പിൻവാങ്ങിപ്പോവും. ആ കാലത്തും, ആ ക്ലേശത നിറഞ്ഞ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ സ്വഭാവം, അതോടൊപ്പം ഒരു വളരെ ചുരുങ്ങിയ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജായിട്ട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു ഉപദേശം നിങ്ങൾക്ക് വളരെ ചെറിയ രീതിയിൽ തരാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, അവൻ്റെ കൂട്ടുകാരനെ നോക്കിയാൽ മതി അവൻ ആരാണ് എന്ന് മനസ്സിലാവുമെന്ന് പറയാറുണ്ട്. ഒരിക്കലൊരു കർഷകൻ്റെ കഴുത വഴിതെറ്റി മറ്റൊരു കർഷകൻ്റെ കുതിരകളുടെ ലായത്തിൽ ചെന്ന് കയറി. വഴിതെറ്റിപ്പോയതാണ്. അപ്പോൾ അവൻ ആദ്യം അവിടെ ചെന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, കുതിരകളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷേ കാലാന്തരത്തിൽ കാണാൻ കഴിഞ്ഞത് ഈ കഴുതയും കുതിരകളെ പോലെ ചാടാൻ തുടങ്ങി. അത്രത്തോളം ശക്തമല്ലെങ്കിൽ പോലും ആ കുതിരയും ചാടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു നാൾ കുതിരകളെ പോലെ അവനും ചാടാൻ തുടങ്ങി. നിങ്ങളുടെ കൂട്ടുകെട്ടാണ് അത്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, പഠിക്കാൻ താല്പര്യമുള്ളവനെയാണോ എൻ്റെ കൂട്ടുകെട്ടിൽ ഞാൻ കൂട്ടിയിരിക്കുന്നത്, അതോ ഉഴപ്പാൻ വന്നവനെയാണോ? പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവനെയാണോ ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്താൽ, അതോ ഉഴപ്പാൻ വന്നവനെയോ? സ്കൂളും ഒക്കെ കണ്ടു പോകാനാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ചാൻസാണ് ഈ മനോഹരമായ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനും നിങ്ങൾക്കിവിടെ പഠിക്കുവാനും നമ്മുടെ പ്രിയ അച്ഛന്മാരുടെയും ടീച്ചേഴ്സിൻ്റെയും ശിക്ഷണത്തിൽ നിങ്ങൾക്ക് വളരുവാനും കഴിയും. നമ്മൾ എഫർട്ട് എടുക്കാതെ എവിടെ എത്താൻ കഴിയില്ല. ഇന്നലെ ഞങ്ങളുടെ ഒരു ചെറിയ മീറ്റിങ്ങിൽ തന്നെ പ്രിയ ഷൈജു അച്ഛൻ പറഞ്ഞു, അവരുടെ ട്രെയിനിങ് പീരീഡും 10-14 കൊല്ലം കഷ്ടപ്പെട്ടതും. നിങ്ങൾ 1 മണിക്കൂർ ഷൈജു അച്ഛൻ്റെ പ്രിൻസിപ്പൽ കസേരയിൽ ഇരുന്നാൽ അറിയാം. ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി തൊട്ട് നമ്മുടെ വൈസ് പ്രിൻസിപ്പളായിട്ടുള്ള ബിനു മിസ് അടക്കമുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും പേരൻസിൻ്റെയും ഇതുപോലെ ടീച്ചേഴ്സിൻ്റെയും ട്രെയിനേഴ്സിൻ്റെയും കോച്ചസിൻ്റെയും എന്തെല്ലാം കാര്യങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ എഫർട്ട് കൊടുക്കാതെ എവിടെ എത്താൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾക്ക് മോട്ടിവേഷനായിട്ട് പറയാം. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്
വിൽമ റുഡോൾഫ് എന്ന ഒരു കൊച്ചു മിടുക്കിയെ പറ്റിയാണ്. അവൾ ജന്മനാ പ്രതിബന്ധങ്ങൾ കടന്നാണ് വന്നത്. അവൾ ജനിച്ചപ്പോൾ തന്നെ പോളിയോ ബാധിച്ചൊരു കുട്ടിയായിരുന്നു, അമേരിക്കക്കാരിയാണ്. അങ്ങനെ അവൾ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ കോച്ചസ് മറ്റുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന കണ്ടപ്പോൾ ഇവൾ പോളിയോ ബാധിച്ചതാണ്. ഞൊണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്. പക്ഷേ അവൾക്ക് അതീവമായ താല്പര്യം, ആഗ്രഹം, എങ്ങനെയെങ്കിലും എനിക്കും ഇവരുടെ കൂടെ പ്രാക്ടീസിന് കയറണം. വീട്ടിൽ പോയി പറഞ്ഞു, അമ്മ ദേഷ്യപ്പെട്ടു, നീ ആദ്യം നടക്കാൻ പഠിക്കുക, പിന്നല്ലേ ഓടാൻ പോകുന്നു. പക്ഷേ അവളത് മനസ്സിൽ നിന്നും വിട്ടില്ല. അവൾ കഠിന പരിശ്രമത്തിലൂടെ, ഞാൻ വെരി ഷോർട്ടായിട്ട് ടൈം കുറവ് കൊണ്ട് പറയുന്നു, 1956 മെൽബൺ ഒളിമ്പിക്സിൽ ആ കുട്ടി 4x100 മീറ്റർ റിലേയിൽ 3rd പ്ലേസ്, അതായത് ബ്രോൺസ് മെഡൽ നേടി. ഒന്ന് ആലോചിച്ച് നോക്കുക, നടക്കാൻ ക്ലേശിച്ച ഒരു കുട്ടിയുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും പരിശ്രമ ഫലം. അവിടം കൊണ്ടും തീർന്നില്ല. 1960 റോം ഒളിമ്പിക്സിൽ അവൾ ചരിത്രം തിരുത്തി കുറിച്ചു. 100 മീറ്റർ, 200 മീറ്റർ, 4x100 മീറ്റർ റിലേകൾ വേൾഡ് റെക്കോർഡ്. ആ പോളിയോ ബാധിച്ച കുട്ടി ലോകത്തെ ഏറ്റവും വേഗതയുള്ള താരമായി മാറി. അപ്പം നിങ്ങളുടെ ഈ കാലഘട്ടം നിങ്ങൾ വിനിയോഗിക്കുക, നല്ല കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കുക, നല്ല രീതിയിൽ പരിശ്രമിക്കുക. ഈ ബേസ്മെൻ്റാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സഹായിക്കുന്നത്. എല്ലാവിധ ആശംസകളും.